റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ഒരുമിച്ച് പോരാടണമെന്ന് CPIM. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര സർക്കാരിന് ഏകപക്ഷീയ തീരുമാനമാണ് എന്നും റെയിൽവേ ഭൂപടത്തിൽ നിന്നും കേരളത്തെ വെട്ടിമാറ്റാനാണ് ശ്രമമെന്നും കെ രാധാകൃഷ്ണൻ MP റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും പിന്തുണ നൽകുമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് ചിന്ത ജെറോമും പറഞ്ഞു. റെയിൽവേ മന്ത്രിയുമായി UDF MPമാർ ഉടൻ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിലെ നഷ്ടങ്ങൾ മന്ത്രിയെ നേരിട്ട് ബോധിപ്പിക്കും. ദില്ലിയിൽ റെയിൽവേ ഭവന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് MPമാരുടെ നീക്കം. തുടർച്ചയായി കേരളത്തിൽ റെയിൽവേ രംഗത്ത് വലിയ രീതിയിലുള്ള അവഗണനയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് നടന്നു വരുന്നത്. 3.5 കോടി മലയാളികൾ ഇന്ത്യൻ റെയിൽവേക്ക് നൽകുന്ന സംഭാവന ഏറ്റവും മഹത്തരമാണ്. പക്ഷേ റെയിൽവേയുടെ വികസന രംഗത്ത് ഓരോ ഘട്ടത്തിലും കേരളത്തെ തഴയുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടല്ല ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏകപക്ഷീയമായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. അതായത് ഒറ്റപ്പെട്ട സമരമല്ല വേണ്ടത്, കേരളത്തിലെ മുഴുവൻ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരമാണ് വേണ്ടത് എന്നുള്ളതാണ് തോന്നുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സമരം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. സംസ്ഥാനത്തിന് ആകെ ആവശ്യം ഇത് കേരളത്തോടുള്ള കടുത്ത അവഗണനയാണ്. കാരണം കേരളം പോലൊരു സംസ്ഥാനം ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിനനുസൃതമായി ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും DYFIക്ക് ഈ ഘട്ടത്തിൽ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ MPമാർ ഒരു വാർത്തയ്ക്ക് സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് ശക്തമായ ഒരു സമീപനം സമരമാർഗങ്ങളിലേക്കും കൂടുതൽ തീവ്രമായ സമരങ്ങളിലേക്കും പോകേണ്ടതുണ്ട് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. DYFI ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന എല്ലാ സമരങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും DYFIയുടെ പൂർണ്ണ പിന്തുണ. പക്ഷെ അത്തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഉയർന്നു വരുന്നില്ല. ഒരു കത്തയച്ചതുകൊണ്ട് മാത്രമൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. വി ജയശങ്കർ വിവരങ്ങളുമായുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ റെയിൽവേ ഡിവിഷൻ വിഭജനം അത് വലിയ രീതിയിൽ തന്നെ കേരളത്തെ അവഗണിക്കുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ പാലക്കാട് ഡിവിഷന് പിന്നാലെ തിരുവനന്തപുരം ഡിവിഷന്റെ കാര്യത്തിലും ഇപ്പോൾ വെട്ടിമാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് CPIM-ഉം DYFI-യും ഇക്കാര്യത്തിൽ പറയുന്നത്? സർക്കാരുമായി ചേർന്ന് തന്നെ ഒരുമിച്ചൊരു പ്രക്ഷോഭം പ്രതിഷേധം എന്നതാണോ ആഗ്രഹിക്കുന്നത് CPIM? അതായത് സ്മൃതി, റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF MPമാർ ഉൾപ്പെടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് പ്രതിഷേധ സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള വലിയ സമര പരിപാടികൾ വേണമെന്നൊരാവശ്യമാണ് CPM നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. സംയുക്തമായൊരു സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ അതിനോട് പൂർണ്ണമായും യോജിച്ചു നിൽക്കുമെന്നൊരു നിലപാട് CPM ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നിലവിൽ പറയുന്നത് വാർത്ത ആക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പരിപാടികൾ വേണം. ഈ വാർത്തയ്ക്കും കേവലം ഒരു കേന്ദ്രത്തിലേക്ക് ഒരു കത്ത് അയക്കുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രതിഷേധ സമര പരിപാടികളിലേക്ക് സംസ്ഥാനം കിടക്കണം. അങ്ങനെ കടന്നാൽ പൂർണ്ണമായൊരു പിന്തുണ നൽകുമെന്നാണ് DYFI ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ തിരുവനന്തപുരം ഡിവിഷൻ ഉൾപ്പെടെ വിഭജിക്കുമെന്ന ചില വാർത്തകളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ അതൊക്കെ തന്നെ സംശയതയിലാണെങ്കിൽ പോലും വലിയ ആശങ്ക ഉയർത്തുന്നു എന്ന കാര്യം കൂടി ഇത്തരത്തിൽ DYFI പങ്കുവെക്കുന്നുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ ഏത് തരത്തിലുള്ള സമരം നടത്തിയാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും നിൽക്കും. കാരണം ഇതൊരു കേരളത്തിന്റെ പൊതു ആവശ്യവും പൊതു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുന്നൊരു നിലപാടാണ് ഇടത് സംഘടനകൾ പൂർണ്ണമായും നിൽക്കുന്നത്. എന്തായാലും ഈ റെയിൽവേ വിഭജനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധം ഉയർന്നിട്ടും ഈ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗലാപുരം ഉൾപ്പെടെയുള്ള മേഖലകൾ മാറ്റിയ ഉത്തരവ് ഇതുവരെ റദ്ദ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഡിവിഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട അനൗപചാരിക ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഔദ്യോഗികമായി തിരുവനന്തപുരം ഡിവിഷനെ വിഭജിക്കാൻ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോഴും കൃത്യമായി വിഭജനവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ റെയിൽവേ തലത്തിൽ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒന്നിച്ചൊരു പ്രക്ഷോഭം കേരളത്തിലെ LDF-ഉം UDF-ഉം ഈ വിഷയത്തിൽ നടത്തും. കേരളത്തിലെ പ്രക്ഷോഭമാക്കി അത് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് UDF MPമാർ റെയിൽവേ മന്ത്രിയെ കാണാനുള്ള ആലോചനകളിലേക്ക് കടന്നിരിക്കുകയാണ്.